ഹലോ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന അതേ രുചിയിൽ നല്ല സ്വാദിഷ്ടമായ ഗോബി ചില്ലി വീട്ടിൽ എങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കാമെന്ന് നോക്കിയാലോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണണേ. അപ്പോൾ നമുക്ക് ചപ്പാത്തിയുടെ കൂടിയും ചോറിൻ്റെ കൂടിയും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഈ ഒരു കറി നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ ഞാനിത് അത്യാവശ്യം വലുപ്പമുള്ള കോളിഫ്ലവർ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു കാൽഭാഗമാണ് കേട്ടോ ഞാനിപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. അപ്പോൾ ഇതിൻ്റെ കാൽഭാഗം നമുക്ക് എടുത്തിട്ട് നമുക്ക് നല്ലപോലെ മുറിച്ച് വൃത്തിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് വേഗത്തിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇത് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു പാത്രത്തിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ അതിലിട്ട് കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ കോളിഫ്ലവർ അധികം വെന്ത് പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ 2-3 മിനിറ്റൊക്കെ ഒന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മറ്റു സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 കപ്പ് മൈദപ്പൊടി, ഒരു 2 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ, ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി, അതൊരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കോളിഫ്ലവർ വറുത്തെടുക്കുമ്പോൾ അതിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഇത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. അതിന് മുമ്പായിട്ട് ഇത്തിരി സോയാ സോസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ടൊരു 10-15 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. അപ്പോൾ ഇതാ ഒരു 15 മിനിറ്റ് സമയം ഞാനിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നല്ല സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി നമുക്കിത് വേഗം ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഞാൻ അടുപ്പത്തേക്ക് ഒരു ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് വെളിച്ചെണ്ണയിലും സൺഫ്ലവർ ഓയിലും ഇത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ വെളിച്ചെണ്ണയിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഞാനിതാ ഓരോന്നായിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കൂട്ടത്തോടെ ഇടാതെ പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ നമ്മൾ കൂട്ടത്തോടെ ഇടുമ്പോൾ അത് തമ്മിൽ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് തന്നെ ഇതുപോലെ ഇട്ടിട്ട് റെഡിയാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതൊരു ബ്രൗൺ കളറാകുമ്പോൾ നമ്മൾ പെട്ടെന്ന് കോരി എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവേ. അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ രണ്ടാമത്തെ സെക്ഷനും ഇതുപോലെ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഫ്രൈ ആവുന്ന സമയം കൊണ്ട് ഇതിന് വേണ്ടിയിട്ടുള്ള മറ്റുള്ള സാധനങ്ങളൊക്കെ നമുക്കൊന്ന് അരിഞ്ഞു വെക്കണം. അപ്പോൾ ഇത് ഞാൻ സവാള, വെളുത്തുള്ളി, കാപ്സിക്കോ, പിന്നെ മല്ലിയില, പിന്നെ പച്ചമുളക് എല്ലാം ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യമെങ്കിൽ നമുക്കൊരു 1/4 പീസ് ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിക്ക് ഞാൻ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം ചില്ലി ഉണ്ടാക്കി എടുക്കാം. അപ്പം ഞാൻ അടുപ്പത്തേക്ക് ഒരു ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ബാക്കിയുള്ള ഓയിൽ തന്നെയാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ ബാക്കി വന്ന ഓയിൽ ഈ ഉരുളിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് മുറിച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഒരു 4-5 വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് മുറിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ആ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കാപ്സിക്കോ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ക്യാപ്സിക്കം അധികം വെന്ത് പോകാനും പാടില്ല, എന്നാൽ ആവശ്യത്തിന് വെന്ത് വരെയും വേണം കേട്ടോ. ഇനി നമുക്ക് കുറച്ച് നേരത്തേക്ക് ഇതുപോലെ കൈവിടാതെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ നല്ല സ്മെല്ലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ആ സവാളയുടെയും വെളുത്തുള്ളിയുടെയും ആ ക്യാപ്സിക്കത്തിൻ്റെയൊക്കെ എല്ലാം ചേർന്നിട്ട് നല്ലൊരു സ്മെല്ല് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ച് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 1 ടീസ്പൂൺ ചില്ലി സോസും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ 2-3 മിനിറ്റൊക്കെ ഒന്ന് വഴറ്റിയാൽ മതിയേ, അധികം വഴറ്റിയെടുക്കാനും പാടില്ല. അപ്പോൾ നമ്മൾ ക്യാപ്സിക്കും നമ്മൾ സവാളയും അധികം വെന്ത് പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ ഇത് നല്ല സ്മെല്ലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒന്ന് ക്രഷ് ചെയ്ത വറ്റൽമുളകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു 2 വറ്റൽമുളക് ഞാനൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തതാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, 1 ടീസ്പൂണ് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്കൊരു 1/4 ടീസ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണേ. അപ്പം ഞാനിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലവറിൻ്റെ പൊടിയിൽ അല്പം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ആക്കിയിട്ട് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്.
ഇതെന്തിനു ചേർക്കുന്നത് വെച്ചാൽ നമുക്ക് അല്പം ചാറോടുകൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചപ്പാത്തിക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് റെഡിയാക്കി എടുത്തത്. അപ്പോൾ അല്പം ഒരു ചാറായിക്കോട്ടെ എന്ന് വെച്ചിട്ട് റെഡിയാക്കിയതാണ്. വളരെ ഡ്രൈ ആയിട്ട് വേണ്ടവർക്ക് ഈ ഒരു കോൺഫ്ലവർ മിക്സ് ചെയ്ത് ഒഴിക്കുന്നത് ഒഴിവാക്കാം. ഇനി ഞാനിതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതിൽ സ്പ്രിംഗ് ഓനിയനും ചേർത്ത് കൊടുക്കാൻ തന്നെ കേട്ടോ. സ്പ്രിംഗ് ഓനിയനൊക്കെ ചേർത്താൽ കുറച്ചും കൂടി നല്ലൊരു ഫ്ലേവർ കിട്ടുമേ. എനിക്കത് കിട്ടിയില്ല കേട്ടോ, അതുകൊണ്ട് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മുടെ അടിപൊളി ഗോബി ചില്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളിയാണ്. നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെയും ഏതിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ. ഇനി ഞാനിതിലേക്ക് ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നേ കുറച്ച്, അപ്പോൾ ഞാൻ അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ പരിപാടി കേട്ടോ. നമ്മൾ കോളിഫ്ലവർ ഫ്രൈ ചെയ്തെടുക്കാൻ മാത്രമേ അല്പം സമയം എടുത്തിട്ടുള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം വളരെ സിമ്പിളായിട്ട് നമ്മൾ പെട്ടെന്ന് റെഡിയാക്കി എടുത്താണ്. ഇപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ആകെ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ മാത്രമേ ടൈം എടുത്തിട്ടുള്ളൂ. അപ്പോൾ വീഡിയോയിൽ ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ട് കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നതൊക്കെ അതിന് മാത്രമേ കുറച്ച് ടൈം എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതാ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഗോബി ചില്ലി ഇവിടെ അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് അല്പം മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. മല്ലിയിലയും കൂടി ഇട്ടാൽ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ മല്ലിയിലയും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇത് മിക്സ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഞാനിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് വേഗം ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഞാനിതിപ്പോൾ ചപ്പാത്തിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. നമുക്ക് ചപ്പാത്തിയുടെ കൂടിയും ദോശയുടെ കൂടിയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളിയൊരു കറിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം ഒന്ന് പറയണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസായിട്ട് വേഗം വരാം കേട്ടോ. അതുവരേക്കും ബൈ.